മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷപ്പെടാനെത്തുന്നു. നമുക്ക് ദീപക്കുണ്ട്. ദീപക്ക്, ആ പോകുന്ന വഴിയിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ കൂടി ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. അരുൺകുമാർ, വളരെ മനസ്സിനെ നടുക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് ഇവിടെ എൻ്റെ നാട്ടുകാരായ കുറച്ച് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരിവിടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളിപ്പോൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ഞങ്ങൾ മുണ്ടക്കൈ റിസോർട്ടിൽ 100-100ഓളം ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നതാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്ര അംഗങ്ങളാണ് നിങ്ങൾ? 100ഓളം പേരുകളുണ്ട്. ഞങ്ങൾ ടീമിലുള്ള ഞങ്ങൾ 10-30ഓളം ആളുകളുണ്ട്. അതിലിപ്പോൾ 15 അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇപ്പോൾ പനമരത്തിന് ഡാം തുറക്കുന്ന സംബന്ധിച്ച് കുറച്ച് ആളുകൾ അവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തും? എത്രയും പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ പരമാവധി ഞങ്ങൾ ശ്രമിച്ച് അങ്ങോട്ട് എത്താൻ ശ്രമിക്കുകയാണ്. ട്രീ വാലി റിസോർട്ടിലേക്കുള്ള യാത്ര ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വെള്ളാർമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എത്ര ഭീതിതമായ കാഴ്ചയാണെന്ന് നോക്കൂ. ആ ദൃശ്യം മാത്രം നമ്മൾ കൊടുക്കുന്നു. ആ ദൃശ്യം വളരെ ഭീതിതമായ കാഴ്ചയാണ്. സാനിയോ, ഒരു പ്രദേശം പൂർണ്ണമായും തിരിച്ചറിയാനാവാത്ത വിധം പുഴയുടെ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നു. സംഹാര താണ്ഡവമാടി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അതീവ ഭീതിതമായ കാഴ്ച, ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ ഉരുളൻ കല്ലുകൾ വന്ന് വീണിരിക്കുന്നു. വീടുകൾ പലതും തകർന്നു പോയിരിക്കുന്നു. പല വീടുകളും സ്ഥലത്തില്ല. പല വീടുകളുടെയും ഭാഗങ്ങൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുഴയിലെ നീരൊഴുക്കിന് ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ്. സാനിയോ, എന്താണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ? നേരത്തെ എങ്ങനെയായിരുന്നു ആ പ്രദേശം? എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? അതെ അരുൺ, ഓരോ തവണ എന്നെ വിളിക്കുമ്പോഴും ഓരോരോ മൃതദേഹങ്ങൾ അപ്ഡേഷൻ വരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇപ്പോൾ 12ാമത്തെ മൃതദേഹവും ഈ വഴി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളോടൊന്നും നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അവരെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രതികരണം എടുക്കാനുള്ള പ്രയാസം ഉണ്ടാകുന്നത്. ഏതായാലും പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഈ പുഴ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നില്ല, കാരണം ഇതിപ്പോൾ വഴിമാറി ഒഴുകിയ ഒരു പുഴയാണ്. കുറച്ച് ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണോ? അതായത് ഇന്നലെ രാത്രി ഒരു 11:30 മണിയാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പുഴയിലേക്ക് അതിശക്തമായി വെള്ളം വരികയും അതിന്റെ ഭാഗമായിട്ട് പുള്ളി ഫാക്ടറി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു സംഭവിച്ചത്. കുറെ ആളുകളൊക്കെ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. പിന്നെ നമ്മളെ വീട് പോയി, വീടെല്ലാം പോയി. ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ ഭാര്യയും ഞാനും ഉണ്ടായിരുന്നു. രണ്ടാളും രക്ഷപ്പെട്ടു. രണ്ടാളും രക്ഷപ്പെട്ടു. ഈ പുഴ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തോട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാധാരണത്തിൽ നമ്മൾ ആ കാണുന്നില്ലേ, അതിൻ്റെ പകുതിക്കാണ് പുഴ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ടായിരുന്നു, സ്കൂളുണ്ടായിരുന്നു, ബാത്റൂമും കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ല. ഇതിപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ അതുള്ളത്. അതില്ലെങ്കിൽ ഏകദേശം ടൗൺ മൊത്തം ലോക്കായിട്ടുണ്ടാവും. അക്കരെ ഭാഗത്തേക്ക് പോയി നോക്കിയോ? വീടുകളിലൊക്കെ ആളുകളുണ്ടോ? എന്താ മുണ്ടക്കൈക്ക് നമുക്ക് പോകാനുള്ള സംവിധാനമല്ല. ഇതിന്റെ അക്കരെ ഇവിടെ ഇപ്പം അക്കരെ എന്ന് വെച്ചാൽ ഏകദേശം ആ അറ്റം വരെ പോയി നോക്കിയതാ. വളരെ ഡേഞ്ചറാണ്. ഇനി ഏത് സമയത്ത് എന്ത് സംഭവിക്കുന്ന രീതിയിലാണ്. മുണ്ടക്കൈ എന്ന പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അട്ടമല മുണ്ടക്കൈ കൂടുതൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്നുണ്ട് തോന്നൂല്ലേ? അതായത് കഴിഞ്ഞ 2019, അതായത് 2018 നമ്മളെ പുത്തുമല പ്രളയം ഉണ്ടായത്. അതിന് ശേഷം ഉണ്ടായത് 2019. അവിടുന്നാണ് വീണ്ടും ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണിത്. എന്താണ് നിങ്ങൾ ഈ നാട്ടുകാരനാണ്? ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാനിപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഒരു ബോഡി വന്നിരുന്നു. ആ ബോഡി എടുത്ത് ഒലവർ കൂടെ വന്ന ഒരു മനുഷ്യനാണ്. ഇവിടുന്ന് ഒരു 5-8 വീടുകൾ നിലം പൊത്തി ഫ്ലാറ്റായി കിടക്കുകയാണ്. അതിൻ്റെ അടിയിലൊക്കെ ബോഡികളുണ്ട് എന്നാണ് ഒരു നിഗമനം. അവർ എല്ലാവരും രക്ഷപ്പെടുത്തലും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ അടിയിൽ ബോഡികളുണ്ട് എന്നാണ്. അവരൊന്നും ക്യാമ്പിലേക്കൊന്നും മാറിയതായി വിവരമില്ല. ഇല്ലല്ല, അവരൊന്നും ക്യാമ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1 മണി 1:30 മണിയാകുമ്പോൾ ചെറിയൊരു പൊട്ട് വന്നിരുന്നു. ആ ടൈമിന് ചെറിയ വീടുകളിലെ ആളുകൾ എന്താ ചെയ്തിട്ടുള്ളൂ, സേഫ്റ്റിയിലേക്ക് മാറിയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ പുലർച്ചെ 3-3:15 ആയ ടൈമിലാണ് വലിയ പൊട്ട് സംഭവിച്ചത്. ആ പൊട്ടിലാണ് ഒരുവിധം ആളുകളൊക്കെ മിസ്സിങ് ആയിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്ററോളം ഇനിയും എന്തുണ്ട് ബോഡിയും കാര്യങ്ങളും തെരഞ്ഞു പോകാൻ ഇനിയും പോകാണ്ട്. പക്ഷേ വെള്ളമൊക്കെ കണ്ടമാനുള്ളത്. അതായത് 2.5 കിലോമീറ്ററോളം ഇനിയും വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇല്ല, അപ്പോൾ ഒന്നുമില്ല. ഒരു ഫ്ലാറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ബോഡികൾ ഇനിയിപ്പോൾ ഈ വഴി എത്ര എണ്ണം പോയിട്ടുണ്ട് എന്നുള്ളത് ഒന്നും പറയാൻ പറ്റൂല. ഈ പൊട്ടി വന്ന ടൗണിലൂടെ 4 ബോഡി. അതായത് നമ്മളെ അപ്പുറത്തുണ്ട് അട്ടമല എന്ന് പറയുന്ന ഒരു 13 വല എന്ന് പറയുന്ന സ്ഥലത്ത് 4 ബോഡി ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതായത് 2 ബംഗാളികളും നമ്മൾ ഓൾറെഡി എസ്റ്റേറ്റിൽ വർക്കറായിട്ടുള്ള 2 ആളെയും കിട്ടിയിട്ടുണ്ട്.
അതാണ് അരുൺ, ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. കാരണം കിലോമീറ്ററുകളോളം വീടുകളൊക്കെ ഒഴുകിപ്പോയി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ പാടിയിലെ തൊഴിലാളികളുടെ കാര്യം നേരത്തെ പറഞ്ഞു. കൂടി തന്നെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തുക. ഒപ്പം തന്നെ നമുക്ക് ദീപക് മലയമ്മയുടെ ക്യാമറയിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. അവിടെയുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. രണ്ട് ദീപക് മോഹൻ ഉണ്ട്. ദീപക് മോഹൻ ഇപ്പോൾ പോകുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നു. ആ ഭാഗം വളരെ ദുഷ്കരമാണ്. പ്രേക്ഷകർക്ക് കാണാം, ഈ ഒരു പ്രദേശം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ്. ക്യാമറ ദീപകിനോടൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ്. സുരക്ഷിതമായി പോവുക ദീപക്. രക്ഷാപ്രവർത്തക സംഘത്തിനോടൊപ്പമാണ് ദീപക്കും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നത്. റിപ്പോർട്ടിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തകർന്നു കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ അവസ്ഥ നോക്കൂ. ഈ ഗ്രാമം ഇന്നലെ വൈകുന്നേരം വരെയും ഇങ്ങനെ ആയിരുന്നില്ല. ദീപക്, ആ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു മുണ്ടക്കൈ ഭാഗത്തേക്ക് പുറപ്പെട്ടു. രക്ഷാപ്രവർത്തകരും ഒപ്പം വരുന്നുണ്ടല്ലേ? അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ NDRFന്റെ ഒരു സംഘവും നമ്മളോട് തന്നെയാണ്. പക്ഷേ ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ നടുക്കുന്ന ദൃശ്യങ്ങളാണ്. വാഹനങ്ങൾ ഇടിഞ്ഞ് തകർന്ന് ദീപക്, ചെറിയ ശബ്ദത്തിൽ തടസ്സമുണ്ട്. എനിക്കറിയാം ദീപക് ആ യാത്രയിലാണ്. തീർച്ചയായും രക്ഷാപ്രവർത്തകർക്കൊപ്പം അങ്ങോട്ട് പോവുക. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തണം. എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. പല വീടുകളും ഒലിച്ചുപോയി എന്നാണ് ട്രീ വാലി റിസോർട്ടിലുള്ളവർ പറയുന്നത്. എന്തായാലും അവിടെ 100ഓളം പേരുണ്ട്. ദീപകം അവരോടൊപ്പം യാത്ര തുടരും. ഇപ്പോൾ PV അൻവർ MLA നമുക്കൊപ്പമുണ്ട്. പോത്തുകൽ ഭാഗത്തു നിന്നും നേരത്തെ 10ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നാണ് നമ്മളോടൊപ്പം അവിടുത്തെ പോത്തുകൽ പഞ്ചായത്തിലെ അംഗം പറഞ്ഞത്. നോക്കൂ, ഒരു ദൃശ്യം, ഒരു വലിയ ടിപ്പ്, ഒരു എനിക്ക് തോന്നുന്നത് കാറും ഒപ്പം തന്നെ ഗുഡ്സ് കൊണ്ടുവരുന്ന ഒരു കാരിയറും ഒരു വീടിൻ്റെ താഴത്തെ നിലയിൽ തങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എത്രമാത്രം ശക്തിയോടുകൂടി ഉരുൾപൊട്ടലായിരുന്നു എന്നത് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയും. ഒരു ഭാഗത്തെ മുഴുവൻ ആ വീട്ടിലുണ്ടായിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. PV അൻവർ ഉണ്ട്.